ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. പരീക്ഷയ്ക്കുള്ള പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകൾ ഇങ്ക്സ്കേപ്പ്, ഓഫീസ്, HTML, വെബ് പേജ് ഡിസൈനിങ്, QGIS, സൺക്ലോക്ക്, ഡേറ്റാബേസ്, പൈത്തൺ, സിങ്ഫിക്സ് സ്റ്റുഡിയോ എന്നിവയാണ്. 8 ചോദ്യങ്ങളുണ്ടാവും. അതിൽ 4 ചോദ്യങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്താൽ മതിയാവും. ഇങ്ക്സ്കേപ്പിൽ നിന്നുള്ള ഒരു ചോദ്യം പരിശോധിക്കാം. തന്നിരിക്കുന്ന ഒരു മാതൃകയുണ്ട്. അതായത് cup.svg എന്നൊരു ഫയൽ തന്നിട്ടുണ്ട്. അതിനെ തുറന്ന് തന്നിരിക്കുന്ന രീതിയിലേക്ക് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഹോമിലെ image 10 ഫോൾഡറിനുള്ളിൽ cup.svg എന്നൊരു ഫയലുണ്ട്. ആ ഫയൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ഇങ്ക്സ്കേപ്പ് എന്ന ക്രമത്തിൽ തുറക്കാം. അങ്ങനെ അല്ലാതെ സോഫ്റ്റ്വെയർ തുറക്കുന്നതിനായിട്ട് ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ ഇങ്ക്സ്കേപ്പ് തുറക്കുക. ഇങ്ക്സ്കേപ്പ് തുറന്നു വരുമ്പോൾ ഫയൽ ഓപ്പൺ ക്രമത്തിൽ ഫയൽ തുറക്കാം. ഹോമിലെ image 10 ഫോൾഡറിലുള്ള cup.svg എന്ന ഫയൽ തുറക്കുന്നു. ഇപ്പോൾ ആ ചിത്രത്തിൻ്റെ ഒരു ചായക്കപ്പ് തയ്യാറാക്കുന്നതാണ് നമ്മുടെ വർക്ക്. അതിൽ ഇനി ഈ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തുക. അതായത് ആവി പറക്കുന്ന പോലെ ചേർക്കുക, അതിൻ്റെ ഒരു കപ്പിനൊരു കൈപ്പിടി ചേർക്കുക, അതിന് താഴെയായിട്ട് ഒരു സോസർ വരച്ച് ചേർക്കുക. ഈ 3 പ്രവർത്തനങ്ങളാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഇതിലെ സങ്കേതങ്ങളുടെ സാധ്യത ഉപയോഗിച്ച് നിർബന്ധമായിട്ട് ചെയ്യണം. നമ്മൾ കപ്പിൻ്റെ പ്രവർത്തനമൊക്കെ പാഠപുസ്തകത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധമുണ്ട് ഈ ചോദ്യത്തിന്. ആദ്യം നമുക്ക് ആ മുകളിലുള്ള ആവി പറക്കുന്ന പോലുള്ളൊരു ചിഹ്നം വരച്ച് ചേർക്കാം. അതിനായി കാലിഗ്രാഫിക് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കാം. ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്രമത്തിൽ അതിനൊന്ന് ആ ഇമേജിനൊന്ന് ചെറുതായി ഒന്ന് ബ്ലർ ചെയ്യാം. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം കുറച്ച് ബ്ലർ ചെയ്ത് നൽകുക. അടുത്ത പ്രവർത്തനം അതിന് കൈപ്പിടി വരച്ച് ചേർക്കുക എന്നുള്ളതാണ്. കപ്പിൻ്റെ ആ ഹാൻഡിൽ വരച്ച് ചേർക്കണം. അതിനായി സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം വരയ്ക്കുക, ഒരു ദീർഘവൃത്തം വരയ്ക്കുക. ആ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലെ അതിലെ ഉള്ളിൽ നിറം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ ഫില്ല് ഒഴിവാക്കാം. ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ നിന്ന് ഫില്ല് ഒഴിവാക്കുക. സ്ട്രോക്ക് ഇപ്പോൾ വളരെ ചെറിയൊരു സ്ട്രോക്കാണ് കിടക്കുന്നത്. അതിലെ സ്ട്രോക്ക് സ്റ്റൈൽ ടാബിൽ നിന്നും വിഡ്ത്ത് അല്പം കൂട്ടി നൽകുക. പത്ത് എന്ന സ്ട്രോക്ക് നൽകുമ്പോൾ വലിപ്പം വളരെ വലുതാണ്, അത് മാറ്റി 5 നൽകുക. 5 സ്ട്രോക്ക് നമുക്ക് തന്നിരിക്കുന്ന ചിത്രമായിട്ട് വളരെ ചേർന്നിരിക്കുന്നു. ഇനി നമുക്ക് സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം കൂടി വരയ്ക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഫില്ലില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരച്ചത് കാണാത്തത്. ഈ രീതിയിൽ വരയ്ക്കുകയോ അല്ലെങ്കിൽ നിലവിൽ തയ്യാറാക്കിയിട്ടിരിക്കുന്ന എലിപ്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താലും മതിയാവും. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ആ എലിപ്സ് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിൽ അതിൻ്റെ പകർപ്പെടുക്കുക. അതിനുശേഷം ആ പകർപ്പിനെ അല്പം നീക്കി വെച്ച് വലിപ്പ വ്യത്യാസം വരുത്തി കപ്പിൻ്റെ ഹാൻഡിലിനോട് വരുന്ന തരത്തിൽ, ആ ഒരു സാമ്യം വരുന്ന തരത്തിൽ നമ്മളതിനെ അകലം
ക്രമീകരിക്കുക. ആ അകലം ക്രമീകരിച്ച് കഴിഞ്ഞിട്ട് ക്രമീകരിച്ച ശേഷം 2 ഇമേജുകളും ഒരുമിച്ച് സെലക്ട് ചെയ്ത് പാത്ത് മെനുവിൽ നിന്നും ഡിഫറൻസ് സെലക്ട് ചെയ്യുക. പാത്ത് ഡിഫറൻസ് 2 ഒബ്ജക്റ്റുകളിൽ കോമൺ ആയിട്ടുള്ള ഭാഗം ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഡിഫറൻസ് മെനു. പാത്ത് ഡിഫറൻസ് ക്ലിക്ക് ചെയ്താൽ പാത്ത് ഡിഫറൻസ് മെനു ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ 2 ഒബ്ജക്റ്റുകളിലെയും പൊതുവായ ഭാഗം ഒഴിവാവുകയും നമുക്ക് ആ കൈപ്പിടിയുടെ ആ ആവശ്യമുള്ള ഭാഗം മാത്രം കിട്ടും. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റിനെയും നീക്കി നമുക്ക് കപ്പിൻ്റെ ഹാൻഡിലായിട്ടിരിക്കേണ്ട ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാനും സംവിധാനമുണ്ട്. ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റൊട്ടേറ്റ് ടൂളാവും. ഇതിനെ താഴേക്ക് ക്രമീകരിക്കാം. ഒബ്ജക്റ്റ് ലോവർ ക്രമത്തിൽ കുറച്ച് താഴേക്ക് ക്രമിക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ലോവർ ടു ബോട്ടം എന്ന ക്രമത്തിൽ ഏറ്റവും താഴേക്ക് ക്രമീകരിക്കാം. ഇനി അതിൻ്റെ സോഴ്സർ തയ്യാറാക്കാം. അതിനായി സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം വരയ്ക്കുക. ആ വരയ്ക്കുന്ന വൃത്തത്തിനും ഫില്ല് ആവശ്യമില്ല, സ്ട്രോക്ക് മാത്രം മതിയാവും. ഫില്ല് ഒഴിവാക്കുക, സ്ട്രോക്ക് നൽകുക. സ്ട്രോക്ക് നൽകണം. അതിനുശേഷം അതിൻ്റെ ഒരു പകർപ്പെടുത്ത് അതിൻ്റെ ഉള്ളിൽ ക്രമീകരിക്കാം. ആ രീതിയിലാണ് ചോദ്യം തന്നിരിക്കുന്നത്. ആ ഒബ്ജക്റ്റിനെ ഒന്ന് ക്രമീകരിച്ച് വെച്ച ശേഷം അതിൻ്റെ ഉള്ളിലായി മറ്റൊരു വൃത്തം കൂടി നൽകിയിട്ടുണ്ട്. അതിനായി ആ ഇമേജ് ഒന്ന് വലിപ്പം ക്രമീകരിച്ച് വയ്ക്കുന്നു. ആ ഒബ്ജക്റ്റ് ഒന്ന് വലിപ്പം ക്രമീകരിച്ച് വയ്ക്കുന്നു. അതിനുശേഷം എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്, അതിൻ്റെ പകർപ്പെടുത്ത് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുന്ന ആ ചെറിയ വൃത്തത്തിൻ്റെയും വലിപ്പം ക്രമീകരിച്ച് 2 വൃത്തങ്ങളെയും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് കീ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂളിൻ്റെ റെക്റ്റാങ്കിൾ വരച്ചോ നമുക്ക് സെലക്ട് ചെയ്യാം. കീബോർഡിലെ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് 2ലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റ് മെനുവിൽ നിന്നും ലോവർ ടു ബോട്ടം ഓപ്ഷൻ കൊടുത്താൽ അത് ഏറ്റവും താഴേക്കായിട്ട് പോകുന്നത് കാണാം. ഇപ്രകാരം നമുക്ക് ആവശ്യമുള്ള കപ്പ് തയ്യാറാക്കാം. ആവർത്തിച്ച് ആ ചോദ്യം ചെയ്തു പഠിക്കുക. ഇങ്ക്സ്കേപ്പിലെ ടൂളുകളുടെ സാധ്യത ഉപയോഗിക്കുക.